ഇന്ന് നമുക്കൊരു കിടില സ്നാക്ക് ഉണ്ടാക്കിയാലോ? വെറും 3 ചേരുവകൾ മാത്രം മതി ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇനി കളയണ്ട. അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കിടില സ്നാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെറുപഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡിൻ്റെ അരികുവശമൊന്നും കളയണമെന്നൊന്നുമില്ല കേട്ടോ. ബ്രെഡിൻ്റെ അരികുവശത്തോട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ 2-3 ട്രിപ്പായിട്ടാണ് ഇപ്പോൾ ഞാനൊരു പാക്കറ്റ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡ് പൊടിച്ചത് ചേർക്കേണ്ടത്. അതിന് അല്ലാതെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീർപ്പ് പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് 8 പഴമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചെറുപഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. കാരണം ബ്രെഡിലും മധുരമുണ്ട്, പിന്നെ പഴത്തിലും ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബനാന മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ മാത്രം ബ്രെഡ് പൊടിച്ചത് ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു പാക്കറ്റ് ബ്രെഡാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ സ്നാക്ക് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്നൊരു പരുവാവുന്നത് വരെ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സ്നാക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സ്നാക്ക് നല്ല പോലെ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ സോഫ്റ്റായിട്ട് പൊങ്ങി വരും നമ്മുടെ ഈ സ്നാക്ക്. അപ്പോൾ ഇനി കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോൾ ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ഫ്രൈ ചെയ്തേക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അകത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഏത് പഴം വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റോബസ്റ്റ് പഴം വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കുറേ എടുക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. എന്നാലേ ഗോതമ്പ് പൊടിയും മൈദയൊക്കെ ഒന്ന് കുക്കായി കിട്ടുള്ളൂ. ബ്രെഡ് ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ചേർത്തത്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ആൻഡ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്